പക്ഷേ മംദാനി, നമ്മൾ ന്യൂയോർക്ക് മേയർ മുമ്പ് ആരാണെന്ന് നമ്മളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അറിഞ്ഞു മംദാനി. മീരാ നായരുടെ മകനായതുകൊണ്ടും ഒരു ഇന്ത്യ വിരുദ്ധനായതുകൊണ്ടുമാണ് നമ്മൾ അറിയുന്നത്. ആദ്യമേ തന്നെ അധികാരത്തിൽ കസേരയിൽ ഇരിപ്പുറപ്പിച്ചത് അതിനു മുമ്പ് തന്നെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ. എന്തു പറയുന്നു ഈ പോക്ക് എങ്ങോട്ടായിരിക്കും? അത് ന്യൂയോർക്ക് മേയർ എന്ന് പറഞ്ഞാൽ ചന്ദ്രബിംബത്തെ കണ്ട് കുരയ്ക്കുന്ന നായയെപ്പോലെ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പക്ഷം പിടിക്കാനും ചില ജനപ്രതിനിധികൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള വസ്തു. അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ്. ട്രംപ് റിപ്പബ്ലിക്കനാണെന്ന് അറിയാമല്ലോ. അപ്പൊ ട്രംപ് ഇദ്ദേഹവുമായിട്ട് കട്ട വൈരത്തിലാണ്, നല്ല ഉടക്കിലാണ്. പക്ഷെ ട്രംപിന്റെ എല്ലാ ശ്രമങ്ങളെയും നിഷ്ഫലമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ജയിച്ചു വന്നത്. ഈ ന്യൂയോർക്കിന്റെ മേയറാകുക എന്ന് പറയുമ്പോൾ ന്യൂയോർക്ക് ഒരു നിസ്സാരമായ സ്ഥലമല്ല. ലോകത്തിന്റെ ഒരു തലസ്ഥാനം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം, ലോകത്തിന്റെ വേദി എന്ന് വിളിക്കാം. ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന, എത്തിപ്പെടാനും ചെല്ലുവാനും എന്ത് കാര്യത്തിനും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂയോർക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്നതോ റിപ്പോർട്ട് ചെയ്യുന്നതുമായ ഒരു പേര് കൂടിയാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിന്റെ തലവനാകുക എന്ന് പറയുന്നത്, മേയറാകുക, നഗരസഭയുടെ പിതാവാകുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഇപ്പൊ ലണ്ടനിലും ഇതേപോലെ തന്നെ ഒരു പാക് വംശജനാണ് അവിടെ ലണ്ടൻ നഗരസഭയുടെ മേധാവെങ്കിൽ, ഇവിടെ ഒരു ഇന്ത്യൻ വംശജനാണ് എന്നുള്ളതാണ്. പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വലിയ ആവേശവും സന്തോഷവും തോന്നേണ്ടതാണ്. പക്ഷെ ഇന്ത്യക്കാർക്ക് അക്കാര്യത്തിൽ വലിയ വിമുഖതയാണ് വന്നിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിന്റെ നയം കൊണ്ടാണ്. അത് ഒരു രാജ്യത്ത് ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മാതൃരാജ്യത്തോട് ഉള്ള കൂറിന് പകരം അദ്ദേഹം ഈ മാതൃരാജ്യമായ ഭാരതത്തിനെതിരെ നിശിതമായ രീതിയിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നടത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിര സ്വഭാവം. തന്നെയുമല്ല, ഇദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത് ഇദ്ദേഹം അതിശക്തമായ മൗലികവാദിയാണെന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന്, ഇപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, ഇദ്ദേഹം ഈ അധികാരമേറ്റതിന്റെ ഏകദേശം 4ാമത്തെ ദിവസമാണ് നമ്മുടെ തിഹാർ ജയിലിൽ കിടക്കുന്ന ഈ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയാൻ, അദ്ദേഹം ഉമർ ഖാലിദ്. അദ്ദേഹം ഈ ഡൽഹിയിൽ കലാപം, അദ്ദേഹത്തിന്റെ വിധി വരുവാണ്, ജാമ്യം അപേക്ഷ പരിഗണിച്ചിട്ടുണ്ട്. അതെ, പിന്നെ ഇയാൾക്ക് എന്താ ഇങ്ങനെയുള്ളൊരു കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് മാത്രമല്ല, നമ്മൾ ജാമ്യം പരിഗണിക്കുന്നു, അല്ലാതെ ജാമ്യമില്ലാത്ത തടവിനെ ശിക്ഷിച്ചിരിക്കുന്നതല്ല. പിന്നെ ഇയാൾ ഇത് ന്യൂയോർക്കിനെ പോലെ വലിയൊരു മഹാനഗരം, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു മഹാനഗരമാണ്, ലോകത്തിന്റെ തലസ്ഥാനമാണ്. ലോകത്തിന്റെ തലസ്ഥാനത്തിൽ പറയാൻ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട എത്രയോ കാര്യങ്ങളുള്ളപ്പോഴാണ് ഇയാൾ ഇത് ജാമ്യം കിട്ടുന്നൊരു കേസ് നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് നീങ്ങുന്ന, പാകിസ്ഥാനിലെ പോലെയല്ല, ബംഗ്ലാദേശിലെ പോലെയല്ല, അമേരിക്ക പോലുമല്ല. പിന്നെ ഇയാൾ അതൊരു ഇന്ത്യ വിരുദ്ധതയല്ല. അതെ, അപ്പൊ അതൊന്ന് ഇദ്ദേഹം കത്തെഴുതിയിരിക്കുന്നു. അത് ഇദ്ദേഹം സാറ് പറഞ്ഞ ന്യൂയോർക്ക് മേയറേ ആയിട്ടുള്ള, ലോകത്തിന്റെ മേയർ അല്ല അദ്ദേഹം. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം അധികാരമേറ്റ ഉടനെ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം അഡ്വക്കേറ്റുമാണ്. അഡ്വക്കേറ്റ് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഈ സെഹ്റാൻ മംദാനി ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രംപിനെതിരെയുള്ള ഒരു നീക്കം എന്ന രീതിയിലായിരിക്കാം അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ, അവിടെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നയാളെ ന്യൂയോർക്കിന്റെ കൗൺസിലറായിട്ട്, അഡ്വക്കേറ്റ് കൗൺസിലറായിട്ട്, നമ്മൾ പ്ലീഡർ എന്നൊക്കെ പറയല്ലേ, അതുപോലെ ചീഫായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം യമൻ തീരത്ത് US കപ്പലിനെ ആക്രമിച്ചു. ആ കപ്പലിനെ ആക്രമിച്ചപ്പോൾ അതിൽ പ്രതിയായ ഒസാമ ബിൻ ലാദന്റെ അടുത്ത സുഹൃത്തായ വ്യക്തിക്ക് വേണ്ടി ഹാജരായ വ്യക്തിയാണ്. അതേപോലെ തന്നെ നിരവധിയായ തീവ്രവാദ കേസുകൾ നിരന്തരം വാദിക്കുന്നയാളാണ്. ഇതുകൊണ്ട് തീർന്നില്ല, ലെവൽസ് അഡ്വക്കേറ്റ് എന്ന് പറയാം അല്ലേ? അതെ, ഇതുകൊണ്ട് തീർന്നില്ല. അദ്ദേഹം ഈ ന്യൂയോർക്കില് കുടിയേറി പാർക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, മൈഗ്രേഷനും ഇമിഗ്രേഷനുള്ള ലോ ഉണ്ടല്ലോ, ഫെഡറൽ നിയമങ്ങൾ, ഇതൊക്കെ ലംഘിക്കുന്ന, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അതായത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം വംശീയമായി അദ്ദേഹത്തിന്റെ വംശീയ സ്വഭാവം കാണിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മതത്തിൽ തൊട്ടാണ് പ്രതിജ്ഞ ചെയ്തത്. അത് ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ, ന്യൂയോർക്ക് പോലുള്ള ഒരു നഗരത്തിനെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ വിവിധ മത, രാഷ്ട്രീയ, വംശീയ കക്ഷികളുള്ളതാണ്. ഒരാൾ എനിക്ക് എൻ്റെ മതത്തേക്കാൾ വലുതൊന്നുമില്ല എന്ന് സത്യപ്രതിജ്ഞയിലൂടെ ഒരിക്കലും അമേരിക്ക പോലുള്ളൊരു പ്രദേശത്ത് സമൂഹത്തിൽ പാടില്ല ആണ്. അത് തന്നെയുമല്ല, ഈ ഒരു കാര്യം നോക്കുമ്പോൾ ഡെമോക്രാറ്റുകളുടെ ഒരു പൊതു സ്വഭാവത്തിനും വിരുദ്ധമാണത്. അങ്ങനെയുള്ള ഒരാള് ന്യൂയോർക്കിന്റെ മേയറായിട്ട് വരുമ്പോൾ
അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭാവി ബന്ധങ്ങളെ സ്വാധീനിക്കാം. അതോടൊപ്പം തന്നെ ഈ ന്യൂയോർക്കിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് അഴിഞ്ഞാടുവാനുള്ള ധാരാളം സംവിധാനങ്ങൾ ലഭിക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കാരണം അദ്ദേഹം ശരിക്കും ഒരു ബഹുസ്വരതയുള്ള പൗരനായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നെങ്കിൽ ഈ നെറികേട് കാണിക്കുകയില്ല. ഒരു മതഗ്രന്ഥത്തെ സർവ്വമതങ്ങളുടെയും ആവാസ കേന്ദ്രമായിട്ടുള്ള ആ ന്യൂയോർക്കിൻ്റെ മഹാമനസ്കത കൊണ്ട് മാത്രം അവിടെ ജീവിക്കുന്നവരാണ്. അതേസമയം ബംഗ്ലാദേശിൻ്റെയോ പാകിസ്ഥാൻ്റെയോ ഒരു നയമാണ് അവർ പിന്തുടരുന്നതെങ്കിൽ നമുക്കാർക്കും അങ്ങനെ പോകാൻ പറ്റില്ല, അവിടെ കുടിയേറാൻ പറ്റില്ല. ആ നയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് അതേ മതത്തിൽ തുടരാനും പറ്റുകയില്ലായിരുന്നു, അല്ലേ? ഫെഡറൽ ഇതൊരു മനോഭാവത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ മനോഭാവം എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഏറ്റവും നല്ല സത്യമതം ഒന്നേ ഉള്ളൂ, അത് മാത്രമാണ്, അതിൽ ഞാൻ തൊട്ടു എന്ന് പറയുമ്പോൾ ബാക്കിയൊന്നും മതങ്ങളല്ല, ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും ജീവിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഭൂപ്രഭുക്കന്മാരും ഒക്കെ രാജാക്കന്മാരും ഒക്കെ പെരുമാറിയതുപോലെ ബാക്കിയെല്ലാം തൻ്റെ അടിമകൾ, തൻ്റെ ഇച്ഛാനുസരികളായി വർത്തിക്കേണ്ടവർ എന്നുള്ള മതമനോഭാവം ആണ് അയാൾ പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു യുവാവിനനുസരണമായിട്ടുള്ള പുരോഗമന സ്വഭാവം അല്ല എന്ന് 100% തീർത്ത് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ റംസി ഹാസിം എന്ന് പറയുന്ന ഈ തീവ്രവാദികൾക്ക് വേണ്ടി മാത്രം വക്കാലത്തെടുക്കുന്ന നിരവധിയായ തീവ്രവാദ സ്വഭാവമുള്ള കാര്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ നിൽക്കുന്നയാളാണെന്ന് പറയുന്നയാളെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന് ന്യൂയോർക്കിന്റെ സിറ്റി കൗൺസിലറായിട്ട് ഗവൺമെന്റ് പ്ലീഡറായിട്ട് നിയമിച്ചത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇദ്ദേഹം അമേരിക്ക ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ നിലപാട് എന്തായിരുന്നു? ഇസ്രയേൽ പക്ഷമായിരുന്നു. എന്നാൽ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇദ്ദേഹം അതിശക്തമായിട്ടുള്ള ഇസ്രയേൽ വിരുദ്ധനും അതോടൊപ്പം തന്നെ ഫലസ്തീൻ ഹമാസ് അനുകൂലിയുമാണ്. അമേരിക്കയെ പോലുള്ളൊരു രാജ്യത്ത് അവരുടെ നയങ്ങളെ വെല്ലുവിളിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുക, പ്രത്യേകിച്ച് ഈ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുക എന്ന് പറയുന്ന അത്യപൂർവമായൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വംശീയത, അതായത് മുസ്ലിം വംശീയതയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേ മനോഭാവം തന്നെയാണ് ഭാരതത്തോട് കാണിക്കുക. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ ജനിച്ചെങ്കിൽ പോലും പാകിസ്ഥാനോട് ബംഗ്ലാദേശിനോട് ഒക്കെ താല്പര്യം തോന്നുന്നു എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ. അപ്പോ ചൈനയോട് താല്പര്യമില്ല താനും. അപ്പൊ ഇതൊരു മതബോധമാണ്, ഒരു മതം അടിച്ചേൽപ്പിച്ച ബോധമാണ്, അതിനപ്പുറം ഒന്നും അല്ല. അതിന് നമ്മൾ അതിൽ കാണുന്ന അപകടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്ക് മേയറായ ഒരാൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അത് നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോക്രാറ്റുകൾ അത് ചെയ്യും. അവർക്ക് വോട്ട്, ഇപ്പം നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണെന്നേ, വോട്ട് കിട്ടി ജയിച്ച് അധികാരം പിടിക്കുക, അത്ര മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ രാജ്യാന്തര നയങ്ങളിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ നയം എന്താ? രാജ്യാന്തര നയങ്ങളിൽ അമേരിക്ക ഫസ്റ്റ് എന്നൊരു നയമാണ് അവർ നോക്കുന്നത്. ചെയ്തോട്ടെ, പക്ഷെ പാല് കൊടുക്കുക എന്നുള്ള പരിപാടിയായിരിക്കും ചെയ്യുന്നത്, തിരിച്ചു കിട്ടുന്ന വിഷമായിരിക്കും. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ഒരു അനുഭവമായിരിക്കും അവർക്കുണ്ടാകുന്നത്. അവർ ചെയ്തോട്ടെ, അവരുടെ രാജ്യത്തിന്റെ കാര്യം സ്വയം നശിക്കണമെന്ന് അവരുടെ രാജ്യത്തിന്റെ കാര്യമാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചുണ്ടാക്കുന്ന എല്ലാ നയങ്ങളും, അമേരിക്കയുടെ നയങ്ങൾ ഇന്ന് ലോക പോലീസായിട്ട് അവർ നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള നയം തീരുമാനിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് സാറ് ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി പൊതുവെ ഒരു ലെഫ്റ്റ് ചായ്വുള്ള പാർട്ടി എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. കേട്ടിരിക്കുന്നത് അങ്ങനെയല്ലേ? അതെ അതെ അതെ, തമ്മിൽ ഇടത്ത് നിൽക്കുന്നതെന്ന് പറയാം. ലെഫ്റ്റ് ഓഫ് റിപ്പബ്ലിക് എന്നേ പറയും. റിപ്പബ്ലിക്കൻ കടുത്ത വലതുപക്ഷം, ഇവർ കുറച്ചുകൂടി ലിബറലാണ്. അവിടെ സെൻട്രലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോ ഉള്ള ഒരൊറ്റ പാർട്ടി ഉണ്ടെങ്കിലും ജയിക്കാറില്ല. അല്ല, ഇല്ല, അങ്ങനെ പാടില്ല. അമേരിക്കയിലെ കമ്മ്യൂണിസത്തിന് വിരുദ്ധമാണല്ലോ മക്കാർത്തിസം. അത് പക്ഷേ അവിടെ ചെറിയ ട്രേഡ് യൂണിയനുകളും ചെറിയ പാർട്ടികളും ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളാരും അറിയുന്നില്ല. അല്ല, അത് ഒരു ഫ്രീഡത്തിന്റെ, ആ സമൂഹത്തിന്റെ പാർട്ടി ഡെമോക്രസിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി ഇപ്പോൾ അവര് ഈ പറയുന്ന ലെഫ്റ്റ് ചിന്താഗതിക്കാരെന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ഗ്രീൻ പാർട്ടി ഇല്ലേ മാഷം? ഗ്രീൻ പാർട്ടി ഉണ്ട്. പ്രസക്തം ഇവർ രണ്ടുമാണ് ഈ നമ്മുടെ ഇവിടെ LDF UDF എന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയുടെ നയം രൂപീകരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം കയറിപ്പോയാൽ
അത് അമേരിക്കയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിൽ വരുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് രാജ്യാന്തര തലത്തിൽ വരുത്തുന്ന സ്വാധീനമാണ്. അമേരിക്ക ഒരു കാര്യം, അമേരിക്ക ലോകത്ത് അവരുടെ ഈ പറയുന്ന തീവ്രവാദി ആക്രമണം അവരുടെ ട്വിൻ ടവറിൽ ഉണ്ടായതിനു ശേഷം തീവ്രവാദത്തെ തടഞ്ഞു നിർത്തുന്നതിൽ അമേരിക്ക മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണെങ്കിലും ഇരട്ടത്താപ്പ് പലയിടത്തും കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരത് വഹിക്കുന്നുണ്ട്. പക്ഷെ ആ തീവ്രവാദത്തെ തടഞ്ഞു നിർത്താനുള്ള അവരുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ എല്ലാ പിന്തുണയോടും കൂടി അത് ലോകത്ത് വ്യാപിക്കാനും ഇദ്ദേഹത്തെ പോലൊരാൾ ഭാവിയിൽ നേതൃത്വത്തിൽ വന്നാൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത്. ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യം എന്താണെന്ന് അറിയാം. ട്രംപിനേക്കാൾ മോശമായിട്ട് ഇനി ആരും ഒന്നും ചെയ്യാനില്ല. മുടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയല്ലേ, 50% ചുങ്കം ഏർപ്പെടുത്തി അന്തസ്സായിട്ട് തലയുയർത്തി തന്നെയല്ലേ ഇപ്പം നിൽക്കുന്നത്. പിന്നെ ആയുധം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ശക്തിയുണ്ട്. നമ്മളിപ്പോൾ ആയുധം കൊണ്ടും മോശമല്ലാത്ത നിലയിലേക്ക് നമ്മളെ രഹസ്യമായിട്ട് തന്നെ നമ്മളെല്ലാം അറിയാത്ത രീതിയിൽ തന്നെ ഇതിനെയെല്ലാം നേരിടേണ്ടതെല്ലാം നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മംദാനി എന്ന് പറയുന്നത് ട്രംപിനേക്കാൾ വഴസാവാൻ പറ്റില്ല. പറ്റിക്കഴിഞ്ഞാൽ മംദാനി പഠിക്കും. ഒരു മംദാനി എന്താണ് ഇന്ത്യ എന്നുള്ളത് മംദാനി മനസ്സിലാക്കും. പക്ഷെ വിമർശകരുടെ ആശങ്ക നയപരമായ മാറ്റം വരുന്നു ഈ പറയുന്ന ഡെമോക്രാറ്റുകൾക്ക് എന്നാണ്. നമ്മൾ തന്നെ മാറ്റുകയാണ് ഇപ്പോൾ നയം. അമേരിക്കയെ മാത്രം ആശ്രയിച്ചുള്ള ഒരു കയറ്റുമതി രീതി നമ്മൾ മാറ്റുകയാണ്. കയറ്റുമതി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗം അമേരിക്ക മാത്രം ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ ഈ ലോകം. മനോരമ ചോദിച്ചാൽ എല്ലാവരുടെയാണ്. അപ്പോൾ ഈ വിഭവങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരും തുല്യമായിട്ട് പങ്കുവെക്കേണ്ടതാണ്. അത് വേണ്ട, നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് അവിടെ നിന്ന് പണം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരും. നമ്മളത് നേരിടാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ താഴെയറ്റത്തല്ല. നമ്മൾ നിൽക്കുന്നത് ഇവരുടെ സമശീർഷരല്ല, ശരിയാണ്. പക്ഷേ ഇവരെക്കാളിലും ഒട്ടും വലിയ താഴെയല്ലാത്ത ഉയരത്തിലാണ് നിൽക്കുന്നത്. അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.